ലോകത്ത് ഏതൊക്കെ രാജ്യങ്ങളിൽ പ്രധാനമന്ത്രിമാരുണ്ടോ അവരുടെയൊക്കെ ആസ്തി എത്രയും ചികഞ്ഞു നോക്കിയാൽ അതിൽ ഏറ്റവും ഒടുവിലത്തെ പേരുകാരനായിരിക്കും ഇന്ത്യയുടെ നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം 75ാം പിറന്നാൾ ആഘോഷിച്ച നരേന്ദ്രമോദിയുടെ ആസ്തി എത്ര, കയ്യിൽ എത്രയുണ്ടെന്നൊക്കെ ഇന്ത്യയിലുള്ളവരും ലോകമെമ്പാടുമുള്ളവരും ഗൂഗിളിൽ കാര്യമായി തിരഞ്ഞതും. സ്വന്തമായി കാറോ കിടപ്പാടമോ ഒരു തുണ്ട് പറമ്പോ ഒന്നുമില്ല നരേന്ദ്രമോദിക്ക്. ബാങ്ക് ബാലൻസ് ഉണ്ട്. അത് ഏത് ബാലൻസ് ആണ്? പ്രധാനമന്ത്രിയായി 2 ടൈം പൂർത്തിയാക്കി 3ാം ടൈമിലേക്ക് കടന്നു. അതിനു മുമ്പ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു. ആ കാലയളവിൽ സർക്കാർ നൽകിയ ശമ്പളം അതും അതിന്റെ പലിശയുമാണ് അദ്ദേഹത്തിന്റെ ഏക ബാങ്ക് ബാലൻസ്. അത് 3 കോടിയോളം വരും. സ്വന്തമായി കടം വരുത്തി വച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പ്രധാനമന്ത്രിയായിട്ട് ആർക്കും കടം കൊടുത്തിട്ടുമില്ല. അദ്ദേഹത്തിന്റെ വരുമാന മാർഗം ശമ്പളവും പിന്നെ ബാങ്ക് ഡെപ്പോസിറ്റ് തുകയുടെ പലിശയുമാണ്. 2014 മെയ് മുതൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ദീർഘകാലം ഗുജറാത്ത് മുഖ്യമന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനനുബന്ധിച്ച് നരേന്ദ്രമോദി നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ വന്നിരിക്കുന്നത്. ആസ്തി 3 കോടി 2 ലക്ഷം രൂപയാണ് അന്ന് അദ്ദേഹം സത്യവാങ്മൂലത്തിൽ വെച്ചത്. SBIയിലുള്ളത് 2 കോടി 86,40,642 രൂപയുടെ നിക്ഷേപം. പലിശ ഇനത്തിൽ ഇതിൽ നിന്ന് തന്നെ നല്ലൊരു വരുമാനമുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നിഷേധിച്ചിട്ടില്ല. NSSൽ 9 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. LIC ഇല്ല. മറ്റ് ജീവൻ സുരക്ഷാ പോളിസികൾ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഉണ്ട് 4 സ്വർണ്ണ മോതിരം. 2024 ഈ സ്വർണ്ണ മോതിരത്തിന്റെ മൂല്യം 2,67,750 രൂപ. പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന നരേന്ദ്രമോദിക്ക് എല്ലാ മാസവും ഇപ്പോൾ ശമ്പളമായി ലഭിക്കുന്നത് 1,66,000 രൂപയാണ്. അലവൻസായും തുക ലഭിക്കുന്നുണ്ട്. ഇതിൽ പാർലമെന്ററി അലവൻസായ 45,000 രൂപ കൃത്യമായി അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ തന്നെ പോകുന്നുണ്ട്. പിന്നെ ഇന്ത്യയുടെ ഈ പ്രധാനമന്ത്രിക്ക് വ്യക്തിപരമായി എന്താണ് ചിലവ് എന്ന് ചോദിക്കുന്നവരുമുണ്ട്. കാണുന്നവർക്കൊക്കെ 100ന്റെയും 500 നോട്ടുകൾ അദ്ദേഹം എടുത്ത് വാരി വിതാറാറില്ല. എന്തായാലും ഈ മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രിക്ക് സ്വന്തമായി വീടോ പറമ്പോ ഇല്ലെന്നതാണ് അദ്ദേഹത്തെ മറ്റുള്ള പ്രധാനമന്ത്രിമാരിൽ നിന്നും വ്യത്യസ്തനാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച